ഞാൻ ഒന്നിനും ശ്രമിക്കുന്നില്ല. കണ്ണടയ്ക്കാതെ തന്നെ ജീവിതത്തിൽ ഇരുട്ട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്ത് ഫോൺ ചെയ്തേ ഉള്ളൂ. അത് അബദ്ധമായി പോയെങ്കിൽ എന്റെ അമ്മയ്ക്ക് വേണ്ടി അങ്ങനെ വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. എല്ലാ നാടകത്തിനും ഒരു പരിസമാപ്തി ഉണ്ടാവണം. ചിലപ്പോ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ച പോലെ ആവില്ല സ്റ്റേജ് ചെയ്യുമ്പോൾ സംഭവിക്കുക. കാർട്ടന്റെ ചരട് നന്ദനായിട്ട് ഏറ്റെടുക്കണ്ട. മനസ്സിലായെങ്കിൽ ഫോൺ വയ്ക്ക്. നിന്നെ നീ എന്താ ഇത്രയും താമസിച്ചത്? നേരത്തെ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. വരണമെന്നും ആരും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തോന്നുന്ന സമയത്തെ വീട്ടിൽ വരാവുള്ളൂന്നുണ്ടോ? ഇത്രയും സമയം നീ എവിടെയായിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. പല ആവശ്യങ്ങൾക്കായി പല സ്ഥലങ്ങളിൽ പോയിരിക്കായിരുന്നു. പല സ്ഥലങ്ങളിലുള്ള നിന്റെ കറക്കം ഒന്ന് അവസാനിപ്പിക്കണം ഉദയ. വീട്ടിലിരിക്കുന്നവർക്ക് സമാധാനം വേണം. വീട്ടിലിരിക്കുന്നവരുടെ സമാധാനവും എന്റെ യാത്രകളും തമ്മിൽ എന്താ ബന്ധം? ബന്ധങ്ങൾ ഉണ്ടായി തുടങ്ങിയതുകൊണ്ടാ പറഞ്ഞു എന്ന് വിചാരിക്കണം. ഇന്ന് നമ്മുടെ ഓഫീസില് 2 പേര് നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. നിന്നെ കാണുകയും ചെയ്തു. അതാരാണെന്ന് എനിക്കറിയണം. ഇത്രയും റിപ്പോർട്ട് കിട്ടിയ സ്ഥിതിക്ക് ആരാണ് വന്നതെന്ന് അറിയാതിരിക്കില്ല. അറിഞ്ഞു കാണും. എനിക്ക് പക്ഷെ നിന്റെ മറുപടിയാണ് വേണ്ടത്. അത് നിന്റെ നാവിൻ തന്നെ കേൾക്കുകയും വേണം. നിനക്ക് ഞങ്ങൾ അറിയാതെ ഒരു ഭാര്യയുണ്ടോ? ആ ബന്ധത്തിലൊരു കുട്ടിയുണ്ടോ? ഉദയനോടാ ചോദിച്ചത്. അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ നന്ദനെ കൂടാതെ ഒരു ഭാര്യയും അതിലൊരു കുട്ടിയും ഉണ്ടെന്നിരിക്കട്ടെ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? 2 ചെകിട്ടത്തോ അടി തന്ന് നിന്നെ ഈ വീട്ടിൽ നിറക്കി വിടും ഞാൻ. പിന്നെ ഈ കുന്നത്തൂർ കോവിലകത്ത് ഉദയന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല. അതിന്റെ ന്യായം എന്താ? ഞാനിവിടുത്തെ മൂത്ത മകനല്ലേ? അല്ലെന്ന് ഞാൻ അങ്ങ് പറയും. വെറുതെ പറഞ്ഞാ മതിയോ? ഞാനും കൂടി അംഗീകരിച്ചേരണ്ടേ? നീ എന്റെ മകനല്ലെന്ന് ഞാൻ അങ്ങ് തീർത്തു പറഞ്ഞ പിന്നെ എന്തിനാ ഇയാളുടെ വക ഒരു അംഗീകാരം? പിന്നെന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നന്ദനയോട് നീ കാണിച്ച ഈ വിശ്വാസവഞ്ചനയില്ലേ, അതിന് പ്രാശ്ചിത്തമായിട്ട് നിനക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള സകല സ്വത്തും ഞാൻ അവൾക്ക് എഴുതി കൊടുക്കും. പോരാത്തതിന് എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സ്വത്തിന്റെയും അവകാശി നന്ദനയായിരിക്കും. ബമ്പർ ലോട്ടറിയാണല്ലോ അടിക്കാൻ പോകുന്നത്. അതെ ഉദയ, റോഡിലിറങ്ങാൻ പോകുന്നത് നീയും. 5 പൈസയുടെ വക ഈ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. റോഡ് നീളെ നാടകം നടത്തി ജീവിക്കാൻ നിനക്ക്. അല്ലെങ്കിൽ ആ കൊച്ചിനെയും തള്ളേയും തെണ്ടാൻ വിട്ടിട്ട് കയ്യും കെട്ടി അവിടെ ഇരിക്കാം. നിനക്കതായിരിക്കുമല്ലോ താല്പര്യം. ചുരുക്കത്തിൽ എന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആ അതെ,
നന്ദനയുടെ കാര്യം സേഫ് ആണല്ലോ എന്നുള്ള സമാധാനമുണ്ട്. ഞാൻ കാരണം അയാളെ ബുദ്ധിമുട്ടല്ലോ എന്നുള്ള ടെൻഷൻ വേണ്ടല്ലോ. ഇയാളുടെ ഔദാര്യമൊന്നും വേണ്ട നന്ദനയ്ക്ക്. ഞാൻ നോക്കിക്കോളാം അവളുടെ കാര്യം. പക്ഷേ ഈ തീരുമാനങ്ങളൊന്നും നടക്കില്ല. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. അതെന്താ? ആ, നടക്കില്ല, അത്ര തന്നെ. നിന്റെ രഹസ്യ ഭാര്യയും കൊച്ചിനെയും ഈ കോലത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കാമെന്നാണോ? എങ്കിൽ അതാണ് നടക്കാത്തത്. ചൂലെടുത്ത് അടിച്ചോടിക്കും ഞാൻ. പ്രശ്നമാവും. ആവട്ടെ, എന്ത് പ്രശ്നമായാലും ഞാൻ നോക്കിക്കോളാം. പറയുമ്പോ നിസ്സാര. ഇപ്പൊ പഴയതുപോലൊന്നുമല്ല. നാടകത്തിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കും സംഘടനയും മറ്റുണ്ട്. ചോദിക്കാൻ ആളുമുണ്ട്. എന്റെ കൂടെ നാടകത്തിൽ ഭാര്യയായി അഭിനയിച്ച ഒരു നടി ഗായത്രി, ഞങ്ങളുടെ മകളായി അഭിനയിച്ച കുട്ടിയെയും കൊണ്ട് ഓഫീസിലൊന്ന് വന്നു എന്നുള്ള നേരാ. ഏതൊരാവശ്യത്തിന് അവർ ഈ സ്ഥലത്ത് വന്നപ്പോ എന്നെ ഒന്ന് കാണണം തോന്നി. ഭാര്യ എന്ന് കേട്ടപ്പോഴേക്കും ആളുകൾ കയറെടുത്തു കഴിഞ്ഞു. ഭാര്യയായി അഭിനയിച്ചയാൾ എന്ന് പറഞ്ഞത് കേൾക്കാൻ ക്ഷമ വേണ്ടേ? നേരാണോ ഉദയ? അമ്മയ്ക്ക് കുറെ കോമൺ സെൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. നന്ദനോട് ചോദിച്ചു കാണല്ലോ. അയാൾ പറഞ്ഞില്ലേ കാര്യം? പറഞ്ഞു. പക്ഷേ വിശ്വസിച്ചില്ല. കൊള്ളാം. അതെ, എന്റെ മുഴുവൻ പ്രോപ്പർട്ടി നന്ദനയ്ക്ക് എഴുതി കൊടുക്കാനുള്ള തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണം. അല്ലെങ്കിൽ ഞാൻ വഴിയാതാരായി പോവും. ഓരോ സിറ്റുവേഷൻ ഒപ്പിച്ചു വയ്ക്കും. ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്ത പിന്നെ അത് കൈകാര്യം ചെയ്യേണ്ടത്. വളരെ ബോറാ കേട്ടോ. ആ സിറ്റുവേഷൻ ഒരു കാരണമുണ്ട്, കാരണക്കാരായവരും ഉണ്ട്. അതിന്റെ ഉത്തരവാദിത്തം എനിക്കല്ല. വലിയ വലിയ കാര്യങ്ങളൊന്നും താനെടുത്ത് തലയിൽ വെക്കണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ തലവേദന ആയിരിക്കാന്നുള്ളതാ സത്യം. കുറച്ച് ബാമെടുത്ത് പുരട്ട്. അതുകൊണ്ട് മതിയാവൂ? എനിക്ക് തോന്നുന്നില്ല. ഈ തലവേദന ഒരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണെന്ന് കരുതണം. ഇന്നർ മീനിങ് വെച്ച് സംസാരിച്ച് താൻ വലിയ ആളാവണ്ട. ഞാൻ ചെറിയ ആളാ. വലിയ വലിയ ആളുകൾ ആരൊക്കെയാന്നുള്ളതിന്റെ സൂചനകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആരായിരുന്നു ഇന്ന് വന്നത്? ഇത് ഓഫീസല്ല. ഇവിടെ മറ്റാരുമില്ല. മറ്റാർക്കും അറിയാത്ത നമ്മുടെ പല പരസ്പര ധാരണകൾക്കും സാക്ഷിയായ മുറിയ. പറയൂ, ആരാണ് വന്നത്? എന്റെ ഭാര്യ, മകൾ. വാശിയുടെ പേരിലാണ് അളന്നു മുറിച്ചുള്ള മറുപടി എന്ന് മനസ്സിലായി. മറ്റൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. ആ സ്ത്രീയുമായി ഒരു ബന്ധവും, ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലെന്ന്. അങ്ങനെ അങ്ങ് തീർപ്പ് കൽപ്പിക്കാതെ. തീർപ്പാണ്. ഇത്തരമൊരു ശരിയായ നിഗമനത്തിലെത്താൻ ഒരു പുരുഷന് കഴിഞ്ഞില്ലെന്ന് വരും. ഒരു സ്ത്രീക്കും കഴിയണമെന്നില്ല. പക്ഷേ ഒരു ഭാര്യയ്ക്ക് കഴിയും. ഞാനിതുവരെ ഭാര്യയാവാത്തോണ്ട് അഭിപ്രായം പറയുന്നില്ല. സന്ദർഭത്തിന്റെ കനം കുറയ്ക്കാൻ
ഇതുപോലെയുള്ള ടിപ്സുകൾ കൊള്ളാം. നടിയോ നർത്തകിയോ ആരും ആയിക്കോട്ടെ വന്നത്, ഞാനിത് കാര്യമാക്കുന്നില്ല. വിശദീകരണവും വേണ്ട. പക്ഷേ മറ്റൊരു കാര്യത്തിൽ വിശദീകരണം വേണം. ആ കുട്ടി ആരാണത്? എന്താ ആ കുട്ടിയുമായിട്ടുള്ള ബന്ധം? വ്യക്തമായ നിലപാടുകളുള്ള ആളല്ലേ, എന്താ ഒന്നും പറയാത്തത്? പറഞ്ഞു കഴിഞ്ഞ കാര്യമാണത്. എന്റെ മകളാണ് ആ കുട്ടി. അമ്മയുടെ മുമ്പിൽ എല്ലാം വിസ്തരിച്ചിട്ടല്ല എന്നല്ല എന്നോട് ഇത് ചോദിക്കേണ്ടത്. നാടക നടിയും മോളുമാണ് വന്നതെന്ന് താനെന്തിനാ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു? ആരെ സേവ് ചെയ്യാൻ വേണ്ടി? ഞാൻ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുന്ന ഭാര്യയും കുട്ടിയാന്ന് പറയാമായിരുന്നു. എങ്കിൽ നന്ദനയ്ക്ക് ഞാനുമായിട്ടുള്ള കരാർ റിലേഷനിൽ നിന്നും തലയൂരാമായിരുന്നു. ചിലപ്പോൾ അമ്മയുടെ വക ഒരു സ്ഫോടനം ഉണ്ടാവും. പക്ഷെ അതോടെ എല്ലാം കലങ്ങി തെളിഞ്ഞാണ്. അങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിലുള്ള ഉടമ്പടി. ഈ മുറിക്കുള്ളിലെ കലഹങ്ങളുടെ ശബ്ദം പോലും പുറത്തേക്ക് പോകരുതെന്നല്ലേ? ഞാനായിട്ടത് ലംഘിക്കുന്നത് ശരിയല്ല. പിന്നീട് അതുമൂലം ഉണ്ടാകുന്ന സകല കുഴപ്പങ്ങളുടെയും പഴി ഞാൻ കേൾക്കേണ്ടി വരും. അങ്ങനൊരു ബുദ്ധിമോശം കാണിക്കണ്ടെന്ന് കരുതി. ഇപ്പൊ കാണിക്കുന്ന ബുദ്ധിയാണെന്ന് തോന്നുന്നുണ്ടോ? ബുദ്ധി പരീക്ഷണത്തിന് തൽക്കാലം സമയം കളയുന്നില്ല. പക്ഷെ ആ കുട്ടിയുടെ കാര്യം, അതിന്റെ സത്യം എന്നോട് പറയണം. അത്രയെങ്കിലും സത്യസന്ധത കാണിക്കണം. 2 ഓപ്ഷനേ ഉള്ളൂ ഈ വിഷയത്തിൽ, യെസ് ഓർ നോ. യെസ് എന്ന് ഞാൻ പറഞ്ഞു, പിന്നെന്താ? ആ സമ്മതിക്കലിൽ ഒരു ദുരൂഹതയുണ്ട്. വാശിയാണെങ്കിൽ പറയണ്ട. പക്ഷെ ഞാൻ കണ്ടുപിടിക്കും ആ കുട്ടി ആരാണെന്നും അതുമായുള്ള ബന്ധം എന്താണെന്നും. ഞാൻ പറഞ്ഞ റോള് നാച്ചുറലായിട്ട് അഭിനയിക്കുക, അത് മാത്രമാണ് നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ്. അഭിനയെ ജീവിതമാക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കരാറും നമ്മൾ തമ്മിലില്ല. ഒറിജിനാലിറ്റി വേണമെന്ന് സാറ് പറഞ്ഞോ? അതേ ഞാൻ ചെയ്തോളൂ. ഒറിജിനാലിറ്റിക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന ഭാഗം അഭിനയിക്കുന്ന ആള് സ്വയം കുത്തിച്ചാവോ? എന്നെ അഭിനയത്തിന്റെ ബാലപാഠം പഠിപ്പിക്കാൻ വരില്ലേ? സാറിന് അഭിനയത്തിന്റെ ബാലപാഠം അറിയോന്നാ എനിക്കിപ്പോ സംശയം. എന്തോന്ന്? ക്യാമറയുടെ മുമ്പിലും സ്റ്റേജിലും ഒക്കെ അഭിനയിക്കാൻ എളുപ്പമാ. മേക്കപ്പും ലൈറ്റും കോസ്റ്റ്യൂമും ഒക്കെ നമ്മളെ സഹായിക്കാനുണ്ട്. പക്ഷെ അതുപോലല്ല ശരിക്കുള്ള ജീവിതത്തിലെ അഭിനയം. നല്ലതുപോലെ ആക്ട് ചെയ്തില്ലെങ്കിൽ കള്ളം പുറത്താവും. പിന്നെ സാർ എനിക്ക് അഡ്വാൻസ് തന്നപ്പോ പ്രത്യേകം പറഞ്ഞ എന്താ? ഉദയൻ സാറും ഭാര്യയും ഭയങ്കര പുള്ളികളാണ്, പെട്ടെന്ന് അവരെ പറ്റിക്കാൻ പ്രയാസമാണെന്നല്ലേ? അതുകൊണ്ട് ഒരു ഡോസ് കൂടുതലിട്ട് ഞാൻ അങ്ങ് അഭിനയിച്ചു. അതാണോ ഇപ്പൊ കുറ്റം? അഭിനയത്തില് മാത്രല്ല, ഡയലോഗ് പ്രസന്റേഷനിലും നീ ശകലം മുന്നില. നിന്റെ ആ മിടുക്കങ്ങ് കയ്യിൽ വെച്ചാ മതിയടി. എനിക്ക് പറയേണ്ടതേ ഒരേ ഒരു കാര്യ. ഉദയന് നിനക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? വർമ്മ സാറല്ലേ ആ മനുഷ്യന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് തന്നത്. ഉദയൻ സാർ എങ്ങനെ സംസാരിക്കും, പെരുമാറും എന്നെല്ലാം സ്റ്റഡി ക്ലാസ് എടുത്ത് തന്നില്ലേ? എന്നിട്ട് ഇപ്പൊ ചോദിക്കുന്നു ഞങ്ങൾ തമ്മിൽ മുൻപരിചയം ഉണ്ടോന്ന്. അല്ല, സാറിന് നല്ല സുഖമില്ലേ? കാണാതെ പഠിച്ച ഡയലോഗ് പറയണതും ഉള്ളി തട്ടി സംസാരിക്കണതും തമ്മിലേ വളരെ വ്യത്യാസമുണ്ട്. ഉദയനോട് നീ സംസാരിച്ചപ്പോ മനസ്സിന്ന് വരുന്ന വാക്കുകളാണെന്നാ എനിക്ക് തോന്നിയത്. അതുപോലെ നന്ദനയോട് 2-3 പോയിന്റ്സ് നീ ചോദിച്ചില്ലേ, അവളൊന്ന് പതറി.
അതാ ചെയ്യുന്ന റോളിനോട് എനിക്കുള്ള ആത്മാർത്ഥതയാ. അപ്പൊ നിനക്ക് ഉദയനെ നേരത്തെ പരിചയമില്ല? ഇല്ല. എങ്കിലാ കുട്ടിയോ? അവൾ ഉദയനെ കയറി അച്ഛനല്ലേ വിളിച്ചത്? ഞാനല്ലല്ലോ, കൊച്ചല്ലേ വിളിച്ചത്. ഓ, ആ പെൺകുച്ച് നിന്റെ മോളല്ലേ? അപ്പൊ നിനക്ക് അറിയത്തില്ലേ? എന്റെ മോളോ? എന്നാ ആരാ പറഞ്ഞേ? അപ്പൊ അല്ലെന്നാണോ? വർമ്മ സാറേ, നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്. അതനുസരിച്ച് ഉദയൻ സാറിന്റെ രഹസ്യകാരിയായിട്ട് അഭിനയിക്കുക. അത് മാത്രം ഞാൻ ചെയ്താ മതി. അതിനപ്പുറം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യം സാറിനില്ല. പെൺകൊച്ച് ആരുടേതാണ്, അതിനെ പ്രസവിച്ചതാരാണ് എന്നൊന്നും സാർ അറിയേണ്ട ആവശ്യമില്ല. ഉദയൻ സാറിന്റെ ഭാര്യയുടെ മുമ്പില് അത് ആ മനുഷ്യന്റെ മോളായിരിക്കണം. അതായത് അവരങ്ങനെ വിശ്വസിക്കണം. അതിനാ നിങ്ങൾ എനിക്ക് പൈസ തന്നത്. ഓഫ്, എന്നാലും നീ ആ കുട്ടിയെ എവിടെന്ന് സംഘടിപ്പിച്ചു എന്നൊന്ന് പറഞ്ഞൂടെ? സാറ് നാടകം കണ്ടാ മതി. കർട്ടന് പിന്നിൽ എന്താ നടക്കുന്നതെന്ന് സാർ അറിയണ്ട. അല്ല, ഇപ്പോ വർമ്മ സാർ എനിക്ക് വല്ല പൈസയും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തോത്തിന്? അപ്പോ അടുത്ത രംഗം അഭിനയിക്കാൻ നേരെ അറിയിച്ചാ മതി, ഞാൻ വരാം. എന്താ? അല്ല, അത് ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അക്കൗണ്ടന്റിന്റെ സീറ്റിൽ നിന്ന് മാറിയെങ്കിലും ആ സെക്ഷനും സജീവൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മാഡം. ഇപ്പൊ എല്ലാരും ജോലിയിൽ കൂടുതൽ സിൻസിയറിറ്റി കാണിക്കുന്നുണ്ട്. അത് പുതിയ മാനേജറുടെ ക്രെഡിറ്റ് ആണെന്ന് കരുതട്ടെ. അല്ല മാഡം, മാഡത്തിന്റെ കണ്ണ് എല്ലായിടത്തും എത്തുമെന്ന് അറിയാവുന്നോണ്ടാ. ഓക്കെ, സജീവ് പോയിക്കോളൂ. എന്താ, എന്തു പറ്റി? ഞാൻ പറയുന്നത് അധികപ്പറ്റാണെങ്കിൽ മാഡം ക്ഷമിക്കണം. മാഡത്തിന് ന്യൂസുകൾ ചോർത്തി തരുകയല്ല ഞാൻ. എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് അറിയാം. എന്നാലും ഓഫീസിലൊരു കാര്യം ഉണ്ടാകുമ്പോൾ മാഡത്തിനോട് സൂചിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ, ഒഫീഷ്യലല്ലെങ്കിലും. സജീവ്, കാര്യം പറയൂ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഒരു കുട്ടിയും കൊണ്ടിവിടെ വന്നിരുന്നല്ലോ. അപ്പോ ഉദയൻ സാറിന്റെ കസിൻ പ്രതാപ് വർമ്മ സാർ ഇവിടെ ഉണ്ടായിരുന്നു. ആ വന്നത് ഉദയൻ സാറിന്റെ രഹസ്യ ഭാര്യയും മകളുമാണെന്ന് ഇവിടെ ഒരു ടോക്കുണ്ട്. പ്രതാപൻ സാറാ നമ്മുടെ പല സ്റ്റാഫിനോട് അങ്ങനെ പറഞ്ഞത്. ഇതൊന്നും എന്റെ ഡ്യൂട്ടിയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല, പൂർണ്ണമായും മാഡത്തിന്റെ ഫാമിലിയിലെ മാറ്ററാ. പക്ഷേ ഓഫീസ് സ്റ്റാഫ് അടക്കം പറയുന്നു. അറിയാലോ നമ്മുടെ ആളുകളുടെ സ്വഭാവം. മനസ്സിലാവുന്നുണ്ട്. മാഡം ഈ വിവരം ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. ഞാൻ ലിമിറ്റ് വിട്ടെങ്കിൽ സോറി പറയുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു മാഡം. സജീവ്, ഒരു മിനിറ്റ്. സജീവ് ഒരു വിവരം അറിഞ്ഞു, അതെന്നോട് പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തായാലും ഇത്രയും കേട്ടല്ലോ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് പിന്നെ അത് ഉദയൻ സാറിന്റെ ഭാര്യയും കുട്ടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മാഡം, അതിപ്പോ സത്യം ഞാൻ പറയാം, കേട്ടത് ശരിയാ, അതേസമയം തെറ്റുമാണ്. മാഡം, ഉദയൻ സാറിന്റെ നാടക പ്രോഗ്രാമുകളെ പറ്റി കുറച്ചെങ്കിലും അറിയാലോ. ഒരു നാടകത്തിൽ പുള്ളിക്കാരന്റെ ഭാര്യയായി അഭിനയിച്ച നടിയും കുട്ടിയുമാണത്. ശരിക്കും? കൂടെ വന്ന പ്രതാപവർമ്മ സാറ് ഒരു നേരം പോക്കിന് തട്ടിവിട്ടതാ യഥാർത്ഥ ഭാര്യയാണെന്ന്. അദ്ദേഹത്തിന് ഇത്തരം ചില നേരമ്പോക്കുകളുണ്ട്. അത് ശരി. അപ്പൊ അതാണ് സംഗതിയല്ലേ? അതെ. ഓക്കെ, ശരി മാഡം.